അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരെയാണ്. ഇന്നത്തെ വിശേഷം ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്ത ചെറിയൊരു ആർട്ട് വർക്കാണ്. ഞങ്ങളുടെ പള്ളിയിൽ KCYM യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ ഉത്രാടത്തിൻ്റെ അന്ന് നടക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ചെയ്ത ചെറിയൊരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞൊരു ആർട്ട് വർക്ക്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്യുന്നത് എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്നൊക്കെ കിട്ടിയ കുറച്ച് വീഡിയോകൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ തെർമോക്കോളിലാണ് ഈ പറഞ്ഞ ആർട്ട് വർക്ക് ചെയ്യുന്നത്. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓണാഘോഷത്തിന് നമ്മൾ എല്ലാ കൊല്ലം ഓരോ പേരുകളാണ് ഇവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം പ്രകമ്പനം എന്നാണ് നമ്മുടെ ഓണാഘോഷത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രകമ്പനം നമ്മൾ ഒരു തെർമോക്കോളിൽ വെട്ടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തെർമോക്കോളിൽ വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിരിക്കുന്ന സ്ഥലം വളരെ നല്ല സ്ഥലമുണ്ട്. നമ്മുടെ പുതിയ പള്ളി പണിയുന്ന സ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ സിംസ്തേരിയും അതിൻ്റെ മതിലിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഒരു താവളം തന്നെയാണത്. അപ്പോൾ ഈ കാണുന്ന പോലെ പ്രകമ്പനം എന്ന് നമ്മൾ ആദ്യം തെർമോക്കോളിൽ എഴുതി വെട്ടി എടുക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6:30 തുടങ്ങിയെങ്കിലും അവസാനം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനാണ് ഒരു ആദ്യത്തെ ലെറ്ററൊക്കെ വെട്ടി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റിൽ തന്നെ പരമാവധി ഫുൾ ലെറ്ററുകൾ നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു സൈസിലാണ് നമ്മളതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ട അതിൽ ഒരു ലെറ്റർ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇനി അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി അതിനെ നമ്മളൊന്ന് കർവൊക്കെ ചെയ്തെടുത്ത് അതിൻ്റെ സൈഡും അരികൊക്കെ ചെത്തി ഭംഗിയാക്കി എടുക്കുന്നൊരു പരിപാടികളാണ്. നമ്മുടെ പരിപാടികൾ നടക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ്. അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ തലേന്നാണ് ഈ കുത്തിയിരുന്ന് ചെയ്യുന്നത്. തലേന്നാണ് ഈ ലെറ്റർ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ലെറ്ററുകളെല്ലാം നമ്മുടെ വെട്ടി ഏകദേശം അന്ന് തന്നെ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉത്രാടത്തിൻ്റെ തലേന്ന് വരുന്ന ദിവസം നമ്മളതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു കഥകളിയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഉത്രാടത്തിൻ്റെ തലേന്ന് അതേ ഒരു വൈകുന്നേരം നേരത്ത് തന്നെയാണ്, സെയിം സമയത്ത് തന്നെയാണ്. അപ്പോൾ കഥകളി നമ്മൾ ഒരു ഷീറ്റിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. ആ ഷീറ്റിൽ നിന്ന് നമുക്കതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കുഴിയൊക്കെ വരുത്തി മുഖത്തിൻ്റെ പ്രൊജക്ഷനുകളൊക്കെ വരുത്താനുള്ള പരിപാടികളാണ്. അങ്ങനെ ഉത്രാടത്തിൻ്റെ തലേന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു. നമ്മളതിനെ ഒരക്കടലാസ് വെച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് അതിൻ്റെ മിനുസപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ കളറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ വെച്ച് തന്നെ ഈ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വൈകുന്നേരത്തെ പള്ളിയിലെ ഡ്യൂട്ടിയൊക്കെ കഴിയാറായി കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയേ ആയിട്ടുള്ളൂ. നാളെ രാവിലെ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി വർക്ക്. അപ്പോൾ നിയക്കൊച്ചിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് എന്ത് സാധനം എന്നാണ് നിയക്കൊച്ച് വിചാരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് കഥകളിയുടെ രൂപമൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ പിന്നെ നിയക്കൊച്ചിൻ്റെ അടുത്ത് വെച്ചാൽ നമ്മുടെ വർക്കൊന്നും നടക്കാത്തതിൻ്റെ പേരിൽ വേറൊരു സ്ഥലത്ത് വന്ന് അങ്ങനെ വർക്കൊക്കെ ചെയ്തത് ഈ കാണുന്ന പോലെ നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ ഇരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിനുശേഷം ഈ കാണുന്ന കവാടത്തിൽ ഓലമെടഞ്ഞ് ആണ് ആ കവാടം നമ്മുടെ പിള്ളേരുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മുടെ ആ പ്രകമ്പനം എന്ന പേരും അതുപോലെ തന്നെ ആ കഥകളിയുടെ തലയും വെക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ആ കാണുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കഥകളിയുടെ തലയും പ്രകമ്പനം എന്ന പേരും ഉത്രാട ദിവസത്തിലെ നമ്മുടെ ആ ഒരു ചെറിയ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാ വർഷവും നമ്മുടെ KCYM യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ ഉത്രാടത്തിൻ്റെ അന്ന്, അതായത് ഓണത്തിൻ്റെ തലേന്ന് ഈ ഓണാഘോഷ പരിപാടികൾ നടത്താറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പള്ളിമുറ്റത്തുള്ള അലങ്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വൈകുന്നേരത്തോടുകൂടി മത്സരങ്ങളോടുകൂടിയൊക്കെ ഈ പരിപാടി അവസാനിച്ച് പിറ്റേ ദിവസത്തേക്കുള്ള ഓണത്തിനുള്ള ഓണക്കളം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ ആനവാതിലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു ഓണക്കളത്തിലും ഇപ്രാവശ്യം നമ്മുടെ കഥകളിയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തെർമോക്കോളിൽ ചെയ്ത ഈ ഓണത്തിന് വേണ്ടി, ഈ ഓണാഘോഷത്തിന് വേണ്ടി ചെയ്ത ചെറിയ ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ അത് ചെയ്യുന്ന രീതികളൊക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴൊക്കെയാണ് വീഡിയോ എടുത്ത് കിട്ടുന്നതും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെയ്യുന്ന മെത്തേഡുകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും തെർമോക്കോളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥകളിയുടെ രൂപമാണ് ഈ കാണുന്നത്. അപ്പോൾ കഥകളിയുടെ ആ രൂപവും അതുപോലെ തന്നെ ആ ഓണാഘോഷത്തിൻ്റെ പേരും തെർമോക്കോളിൽ ചെയ്ത വർക്ക് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം.